മലപ്പുറം തിരൂരങ്ങാടിയിൽ പ്രളയ ദുരിതാശ്വാസ സഹായം തിരിച്ചു നൽകാൻ നോട്ടീസ് വന്നതോടെ ആശങ്കയിലായിരിക്കുകയാണ് നിരവധി പേർ. നിത്യജീവിതത്തിന് പോലും വഴിയില്ലാത്ത കൊടിഞ്ഞി സ്വദേശി ബഷീറിന് നോട്ടീസ് കണ്ടതിന്റെ അമ്പരപ്പ് ഇതുവരെ മാറിയിട്ടില്ല. പക്ഷാഘാതം ബാധിച്ച് ഒരു ഭാഗം കുഴഞ്ഞിരിക്കുന്നു. വഴി പോലുമില്ലാത്ത ഓടും ഷീറ്റും ഉപയോഗിച്ച് മേഞ്ഞ വീട്. അയൽവാസികളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് ബഷീറിൻ്റെ അതിജീവനം. അതിനിടെയാണ് 10,000 രൂപ തിരിച്ചടയ്ക്കണമെന്നുള്ള സർക്കാർ നോട്ടീസ് ബഷീറിനെ തേടി എത്തുന്നത്. പണം അടച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറിയിലൂടെ പണം ഈടാക്കുമെന്നും സർക്കാർ അയച്ച കത്തിലുണ്ട്. മരുന്നിനായി മഹല്ല് കമ്മിറ്റി നൽകുന്ന ധനസഹായം മരുന്ന് പോലും വാങ്ങാൻ പറ്റാത്ത ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ബഷീർ. അദ്ദേഹത്തിൻ്റെ അടുത്ത് 10 രൂപ, വെറും 10 രൂപ പോലും എടുക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. കൂലിപ്പണിക്കാരനായിരുന്നു. 2019 പ്രളയം നടക്കുന്ന സമയത്ത് അദ്ദേഹം കൂലിപ്പണിക്ക് പോയിരുന്നു. 2020 അദ്ദേഹത്തിന് സ്ട്രോക്ക് വരുന്നത്. സ്ട്രോക്ക് വന്നതോടുകൂടി ഒരു ഭാഗം തളർന്നു. ഉദ്യോഗസ്ഥർ വരുത്തിയ പാകപ്പഴവിന് ഈ പാവങ്ങളെ ബലിയാടാക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ കഴിഞ്ഞ ദിവസം MT മരണപ്പെട്ടു, ഇന്നിപ്പോൾ മൻമോഹൻ സിംഗ് മരണപ്പെട്ടു. അതുകൊണ്ട് പ്രതിഷേധം ഒന്ന് മാറ്റിവെച്ചിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭവുമായി യൂത്ത് ലീഗ് മുന്നോട്ട് പോകും. തിരൂരങ്ങാടി താലൂക്കിലെ 125 കുടുംബങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. പ്രളയത്തിൽ വീടിന് കേടുപാടുകൾ സംഭവിച്ചതോടെ റവന്യൂ വകുപ്പിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയ ശേഷമാണ് 2 തവണയായി 10,000 രൂപ വീതം അക്കൗണ്ടിലേക്ക് വന്നത്. ദുരന്തബാധിതർ അപേക്ഷ നൽകിയിട്ടില്ല. ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ബോധ്യപ്പെട്ട് സർക്കാർ അർഹരെന്ന് കണ്ടെത്തി സ്വയം നൽകിയ തുകയാണ് ഇപ്പോൾ തിരികെ ചോദിക്കുന്നത്. സാങ്കേതിക പിഴവെന്നാണ് സർക്കാർ നൽകിയ വിശദീകരണം. എന്നാൽ ഉദ്യോഗസ്ഥരുടെ പിഴവിന് ഇരയാകേണ്ടി വരുന്നത് ബഷീറിനെ പോലുള്ള നിസ്സഹായരാണ്. നിത്യജീവിതം പോലും വഴിമുട്ടിയിരിക്കുകയാണ്. പ്രളയത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഇതുവരെയും മുക്തി നേടിയിട്ടുമില്ല. അതിനിടെയാണ് സർക്കാർ പണം ആവശ്യപ്പെട്ട് നോട്ടീസ് കൂടി അയച്ചിരിക്കുന്നത്. ഈ നോട്ടീസ് അയച്ചവർ വന്ന ബഷീറിന്റെ സ്ഥിതി കൂടി ഒന്ന് കാണും. പ്രജോഷ് കുമാറിനൊപ്പം അരുണമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.